അല്ല, പത്മകുമാറുമായിട്ട് ഞാൻ ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇത് രാവിലെ കാണാമെന്നാണ് പറഞ്ഞത്. അതനുസരിച്ചാണ് വന്നത്. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ ഞങ്ങൾ കാര്യം സംസാരിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് സംഘടനാപരമായി പരിശോധിക്കേണ്ട പ്രശ്നങ്ങളാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ സഹായത്തോടെ അവരുടെ സാന്നിധ്യത്തിൽ ഈ വിഷയങ്ങൾ വരുന്ന ദിവസം അധികം താമസിയാതെ തന്നെ പരിശോധിക്കും. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ അവരുടെ സഹായത്തോടുകൂടി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു സംഘടനാ പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. അത് സംഘടനാപരമായിട്ട് മാത്രമേ പാർട്ടിക്ക് ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. ചില അഭിപ്രായങ്ങൾ വ്യക്തിപരമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പാർട്ടി വേദികളിലാണ് പരിശോധിക്കേണ്ടത്. സംഘടനാപരമായിട്ട് മാത്രമേ ഞങ്ങൾക്കത് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത ദിവസം ചേരുന്ന ജില്ലാ സമിതി യോഗത്തിൽ അദ്ദേഹം കൂടി പങ്കെടുക്കുമായിരിക്കും. അദ്ദേഹത്തിന് പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ യോഗം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പങ്കെടുക്കാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ അവധി ചോദിക്കാം. എല്ലാ ഓപ്ഷനും അദ്ദേഹത്തിനുണ്ട്. സംസ്ഥാന സമ്മേളനത്തിലെ പല ചർച്ചകൾക്കിടയിൽ ഈ വടക്കോട്ടുള്ളവരെ മാത്രം പരിഗണിക്കുന്നുണ്ട്, ഇവിടെ പരിഗണിക്കുന്നില്ല. അതോടൊക്കെ ചേർത്ത് വെച്ച് വായിക്കണോ അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ? അങ്ങോട്ടേക്ക് മാത്രം കൊണ്ടുപോകുന്ന ഒരു അതിർത്തിയുടെ കൂട്ടി വായിക്കണം. അത്തരത്തിലേക്കുള്ള ഒരു ചർച്ച അവിടെ വന്നിട്ടില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അത് പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് ജില്ലയിൽ നിന്നും ഏതു ഭാഗത്തു നിന്നും ഒക്കെ വരാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് അങ്ങനെ ഒരു പ്രാദേശികമായിട്ടുള്ളൊരു അടിസ്ഥാനത്തിലല്ല സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ആളുകൾ വരുന്നത്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാൻ യോഗ്യതയായവരുടെ എണ്ണം കൂടുതലുണ്ടോ കുറവാണോ അതോ എന്താ നിലവിലുള്ള അവസ്ഥ? സംഘടനാപരമായി പത്തനംതിട്ട ജില്ല മെമ്പർഷിപ്പ് കുറവുള്ള ജില്ലയാണ്. അപ്പോൾ അത്തരം ഒരു ജില്ലയിൽ നമുക്ക് കൂടുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. ഇപ്പം തന്നെ നമുക്കറിയാം വയനാടിൽ പത്തനംതിട്ട പോലെ തന്നെ മെമ്പർഷിപ്പ് കുറവുള്ള ജില്ലയാണ്. ആ ജില്ലയിൽ പുതിയൊരു ജില്ലാ സെക്രട്ടറി വന്നപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ഒഴിവാക്കേണ്ടി വന്നു. കാരണം 3 പരിമിതപ്പെടുത്താൻ വേണ്ടിയാണ്. അതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രായോഗികമായി അതാണ് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം. പ്രകോപനങ്ങൾ ഉണ്ടാക്കുക ഞങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ല. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം സംബന്ധിച്ചാണ് നമ്മൾക്കത് സംഘടനാപരമായി, കാരണം അദ്ദേഹത്തിൻ്റെ ഘടകത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്.